ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്കെല്ലാം നമുക്കൊക്കെ റെഡ് അലേർട്ടാണ്. നമ്മൾ മലപ്പുറത്തൊക്കെ നാളെയും എല്ലാ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അവധിയാണെന്ന് ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും ഇങ്ങനത്തെ പ്രയാസം കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ബന്ധവരെയൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് എന്തിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതെ, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഷഹല എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, അതായത് ഇവരുടെ പ്ലേസ് എന്ന് പറയുന്നത് കോഴിക്കോട് ബാലുശ്ശേരിയാണ്. അപ്പൊ ജെയ്സൺ എന്ന് പറയുന്ന ഒരാള്, അതായത് മൂപ്പര് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്, സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 2 വർഷത്തിന് ശേഷം നാട്ടിക്ക് ലീവിന് വന്നപ്പോൾ തന്റെ ഭാര്യയും മകനെയും കാണാണ്ടെന്നില്ലാണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തുടർന്നുള്ള അന്വേഷണത്തിലാണ് തന്റെ ഭാര്യ, അതായത് ഷഹല എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു മൊബൈൽ ഷോപ്പത്തെ ഒരാളെ കൂടെ ഒളിച്ചോടി പോയതാണ്. തന്റെ മകനെയും കൊണ്ട് ഒളിച്ചോടി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് വേറൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ആ പോയ മനുഷ്യനുണ്ടല്ലോ, അതായത് ഷഹല പോയ മറ്റേ മനുഷ്യന്, അദ്ദേഹത്തിന് ഒരു ഭാര്യയും 3 കുട്ടികളുണ്ട്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 7, 9 വയസ്സൊക്കെയാണ് തോന്നുന്നു. പിന്നെ ചെറിയ കുഞ്ഞിന് വെറും 6 മാസമായിട്ടുള്ളൂ കേട്ടോ. വെറും 6 മാസം. അവൻ പറയുന്നുണ്ട് അവന്റെ ഭാര്യയും അവനുമായിട്ട് കുറെ പ്രശ്നങ്ങളാണ്, ചേർച്ചയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. പക്ഷെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യാതൊരു ചേർച്ചയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ. അതൊക്കെ നല്ല അതിൻ്റെതായിട്ടുള്ള വഴിക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് തന്റെ ഭാര്യയെ മോനെയും കാണുന്നില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയെ കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര ഡിവൈഎസ്പിന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിൻ്റെ മുന്നേ വിവാഹം കഴിഞ്ഞ് ഏകദേശം 8 വർഷത്തോളം ഞാനൊന്ന് ഒരുമിച്ച് ഇവിടെ താമസിച്ചതാണ്. അടുത്തന്നായിരുന്നു. കുറച്ച് സാമ്പത്തിക വീടിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് രണ്ടാമത് ഞാൻ വിദേശത്തേക്ക് പോയത്. ഇപ്പൊ ഏകദേശം 2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പം തന്നെ കാര്യമായിട്ട് എന്റെ മകനെ തിരിച്ചു കിട്ടാന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ എന്താണ് അദ്ദേഹം പറയുന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. അതായത് 2 വർഷങ്ങൾക്ക് ശേഷം താൻ ഗൾഫിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലോട്ട് വന്നപ്പോ ഭാര്യയും മോനെയും കാണുന്നുണ്ടായിരുന്നില്ല. അതായത് 8 ദിവസം ആയി പരാതി കൊടുത്തിട്ട്. 8 ദിവസത്തിലും ഭാര്യയും മോനെയും കാണാനില്ല എന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ അതിന് ശേഷമാണ് തന്റെ വീടിന്റെ അടുത്തുള്ള ഒരാളുമായിട്ട്, മൊബൈൽ ഷോപ്പിൽ നടത്തുന്ന ഒരാളുമായിട്ട് ഒളിച്ചോടി പോയതാണ് അറിയുണ്ടായിട്ടോ. അങ്ങനെ എവിടെ പോയതെന്നൊക്കെ പോലീസ് അന്വേഷിച്ചപ്പോൾ മേ ബി ചിലപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഇന്ന ആളെ കൂടെ പോയതാണെന്ന് മനസ്സിലായി. പക്ഷെ അവന് കല്യാണം കഴിഞ്ഞ് ഒരു ഭാര്യയും 3 കുട്ടികളുണ്ട്. ചെറിയ മോനും 6 മാസമായിട്ടുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഇതൊക്കെയാണ് റിയൽ സ്നേഹം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒരിക്കലും, ഞാൻ ആരെയും ഇതില് ആ ആണിനെയോ പെണ്ണിനെയോ അതായത് ഈ ഷഹല എന്ന സ്ത്രീയെയോ അതേപോലെ തന്നെ ജെയ്സൺ എന്ന ആ ഒരു ആളെയും കൂടി ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ. നമുക്കിതിൽ എന്താ സത്യാവസ്ഥ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഈ ഒരു ഷഹല ആ ഒരു ആളെ കൂടെ പോയി എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരാളെ കൂടെ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടെന്നും പറയുന്നുണ്ട്. ചെറിയ കുഞ്ഞിന് 6 മാസമായിട്ടുള്ളൂ. പക്ഷെ അവൻ പറയുന്നുണ്ടായിരുന്നു തന്റെ ഭാര്യയായിട്ട് അത്ര സ്നേഹത്തിലൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് നേരെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവന്റെ സ്നേഹം എന്തിനോടുള്ള സ്നേഹം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടോ. അപ്പൊ നമ്മളിവിടെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ ഷഹല പറയുന്ന ആ സ്ത്രീയെ ഈ ഒരു ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസിറ്റീവ് കമന്റ്സും ഒരുപാട് നെഗറ്റീവ് കമന്റ്സും വരുന്നുണ്ട്. അപ്പം നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കുട്ടിയായിട്ട് വേറൊരു ആളെ കൂടെ അവിഹിത ബന്ധം കൂടാൻ വേണ്ടി ഒളിച്ചോടി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റു ചില കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്, അതായത് അവന്റെ ഭാഗത്താണ് തെറ്റ്. അതായത്
അതായത് ജെയ്സന്റെ ഭാഗത്താണ് തെറ്റ്. അപ്പൊ തന്റെ ഭർത്താവ് കാരണമാണ് അവൾ പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. കുറെ ആൾക്കാർ ഈ ഷഹല എന്ന ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. വേറൊരു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്, തന്റെ വേറെ ഒരു ലേഡി വോയിസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല കേട്ടോ, കാരണം അത് കുറച്ച് ആയ കേസാണ്. അപ്പൊ നമുക്കത് ഇതാക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറയാം, ആ സ്ത്രീ പറഞ്ഞത് തന്റെ ഈ ജെയ്സൽ എന്ന വ്യക്തിയുടെ, ജെയ്സൽ സൗദി അറേബ്യയിലാണ്, ജെയ്സൽ എന്ന വ്യക്തിയുടെ പെങ്ങളും അവന്റെ വീട്ടുകാരൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കറിയില്ല ആരുടെ ഭാഗത്താ ശരി. ഗൈസ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ ഞാൻ ഒരിക്കലും ഷഹല പറഞ്ഞ സ്ത്രീയെയോ ആ ജെയ്സൽ എന്ന വ്യക്തിയെ ന്യായീകരിക്കുന്നില്ല കേട്ടോ. അതായത് ഇവിടെ രണ്ടു ഭാഗവും നമ്മൾ നോക്കേണ്ട ഒരു ആവശ്യം ഒരു ഇതുണ്ട് കേട്ടോ. അതായത് ചിലപ്പോ ജെയ്സലിന്റെ ഭാഗത്തെ മോശം കൊണ്ടായിരിക്കാം ഇത് പോയിട്ടുണ്ടാവുക, ഈ ഷഹല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവുക. പക്ഷെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ, അതായത് നമുക്ക് ഒരാളോട് സ്നേഹം തോന്നാം. അതായത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഒരാൾ കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഭർത്താവായിരിക്കും നമ്മളെല്ലാം, നമുക്ക് പരസ്പരം സ്നേഹിക്കാനും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും ആയിരിക്കണം നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്നത്. ദിവസം നമ്മൾ അടിയും ചക്കരയിട്ട് ഇരിക്കണം എന്നല്ല, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് വഴക്ക് കൂടും. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നവളായിരിക്കും യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് കേട്ടോ. ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും. അല്ലാതെ സ്നേഹിക്കാനൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം. ചിലപ്പോൾ ഒരുപാട് സ്ത്രീകളുണ്ട് ഭർത്താക്കന്മാരെ ക്രൂരതയായിട്ട് അനുഭവിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ, എങ്ങനെയെങ്കിലും ഇതിന് രക്ഷ നേടണേ എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കുന്ന ആൾക്കാർ, അവരെ അല്ലാണ്ട് ഞാൻ അതിൽ പറയുന്നത്. ഇതിൽ നമുക്ക് പല സാഹചര്യങ്ങളിൽ നിന്ന് പോയവരുണ്ടാവും, പല സാഹചര്യങ്ങൾ കാരണം മറ്റുള്ള പുരുഷന്മാർക്ക് പോകുന്നവരുണ്ടാവും. ഇവിടെ പലതരം പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. ഇവിടെ എന്താ ശരിക്കും ഈ സ്ത്രീ ഇയാളെ കൂടെ പോയി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളുണ്ട്. അപ്പൊ ഈ ഒരു 3 കുട്ടികളെ ഉപേക്ഷിച്ചിട്ടാണ് ഇയാൾ പോയിട്ടുണ്ടാവുക. ഇയാൾ ഈ 3 കുട്ടികളെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു സഹല പറഞ്ഞ പെണ്ണിന് അതുപോലെ തന്നെ ആ കുട്ടിയെ കൊണ്ടുപോയത്. തന്റെ 3 കുഞ്ഞുങ്ങളെ, അതായത് 6 മാസമായിട്ടുള്ളൂ കേട്ടോ, തന്റെ 3 കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയാത്തവൻ എങ്ങനെ മറ്റുള്ളൊരു സ്ത്രീയുടെ കുട്ടീനെ നോക്കുന്നത്? അത് എത്രത്തോളം ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലേ. തനിക്കുണ്ടായ 3 കുഞ്ഞുങ്ങളെ നോക്കാൻ അവന് നേരല്ല. അവനപ്പോ വേറെ ഭാര്യയും കുട്ടികളെയും, കാരണം അവന്റെ സുഖം കഴിഞ്ഞാൽ ചിലപ്പോ അവന്റെ താല്പര്യം കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചാലോ. ഇത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഇപ്പോഴത്തെ ആ 1.5 വയസ്സായ കുട്ടീനെ ക്രൂരമായിട്ട് ആ രണ്ടാനച്ഛൻ കൊന്ന കാര്യം. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, നമ്മള് സ്നേഹം എന്നൊക്കെ പറയുന്നത് നമുക്ക് തോന്നിപ്പോവും. അതൊക്കെ ഓക്കെ, നമുക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് സ്നേഹമൊക്കെ തോന്നുന്ന, പക്ഷെ നമ്മളൊരാൾ കൂടെ പോകുമ്പോൾ നമുക്ക് വിശ്വസ്തമായിട്ടുള്ള ആളെ കൂടെ പോകണം കേട്ടോ. അയാൾ എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളെ കുഞ്ഞുങ്ങളെ അവൻ, അതായത് ഒരാളെ കുഞ്ഞുങ്ങളെ നോക്കും, അയാളെ കുഞ്ഞുങ്ങളെയും ഭാര്യയും നല്ല രീതിയിൽ നോക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സഹല എന്ന ആ പെണ്ണിനെ കുട്ടിയെ കൊണ്ട് സ്വീകരിക്കില്ലല്ലോ. അവന്റെ ഭാര്യയും മക്കളെയും മറന്നിട്ടാണ് വേറൊരു ഭാര്യയും കുഞ്ഞിനെ ഇതാക്കിയത്. നമുക്ക് എന്ത് ധൈര്യത്തിലാ ഈ സ്ത്രീകളൊക്കെ എന്ത് ഭവിച്ചിട്ടാണ് നടക്കണമെന്ന്. എല്ലാ സ്ത്രീകളും ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ പോകുന്ന കുറച്ച് സ്ത്രീകളെയാണ്, പക്ഷെ ഞാൻ കുറ്റം പറയുന്നില്ല. ചിലപ്പോ അവരുടെ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ വിശ്വാസമുള്ള ആൾക്കാർക്കും എന്തായാലും ആ ഒരു ജെയ്സൺ എന്ന് പറയുന്ന മനുഷ്യൻ എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ മകന് വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെട്ട് സൗദി അറേബ്യയിൽ കഷ്ടപ്പെട്ട്, നമുക്കറിയാം അവിടെ സുഖജീവിതത്തിനല്ലേ പോകുന്നത്. അവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ ചൂടും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ്ട് പൈസ പറയാം. പക്ഷെ അവിടുത്തെ കഷ്ടപ്പാടും അതിന്റെ വേർപ്പിന്റെ വില എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോ ആ ഒരാള് തന്റെ ഭാര്യ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് അല്ല, നല്ല രീതിയിലായിട്ട് മുന്നോട്ട് പോകണം വിചാരിച്ചിട്ടാണല്ലോ ആ ഗൾഫിലൊക്കെ പോയി സൗദി അറേബ്യയിൽ പോയി പൈസയൊക്കെ സമ്പാദിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞ് പോയത്. പക്ഷെ ഇവിടെ ഇയാളെയും കുറ്റം പറയുന്നുണ്ട് കേട്ടോ, ഈ ജെയ്സൽ എന്ന വ്യക്തിയും കുറ്റം പറയുന്നുണ്ട്, ഇയാളെ കാരണം കൊണ്ടാണ് ഇവള് പോയതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ആരും പരസ്പരം രണ്ടുപേരും ഞാൻ കുറ്റപ്പെടുത്തുന്നു കേട്ടോ. എന്താ അതിൽ ശരിക്കുള്ള സത്യാവസ്ഥ ഒന്നും നമുക്ക് അറിയില്ല, കാരണം അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ പോകുന്ന സ്ത്രീകളോട് ഒരു കാര്യം പറയാനുണ്ട്, നമ്മളെ അത്രയും നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ വഴിയിലൂടെ അവൻ കൊണ്ടുപോകില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറൊരു ആണുമായിട്ട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവായിട്ട് ഒഴിച്ചു പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഭർത്താവിനോട് പറയാം, എനിക്ക് നിങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, എന്നിട്ട് ബാക്കി നടപടികളൊക്കെ സ്വീകരിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ അതിനുശേഷമാണ് നമുക്ക് നമ്മുടെ ആഫ്റ്റർ അതിനുള്ള ഡിവോഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കും കൂടി ഇത് ബാധിക്കൂലേ. ആ കുഞ്ഞിന്റെ കാര്യം ആലോചിച്ച് നോക്കി, ആ ഒരു സമയത്ത് ആ കുഞ്ഞിനെ ഇതൊക്കെ അറിയാവുന്ന പ്രായമായോ, എത്ര വയസ്സുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ആ കുഞ്ഞിന്റെ മനസ്സിന് ആലോചിച്ച് നോക്കി, സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് വേറൊരാളെ കാണുമെന്ന് പറഞ്ഞത്. പക്ഷെ അയാള് സ്വന്തം കുഞ്ഞുങ്ങളെ പോലും സ്നേഹിക്കാത്ത മനുഷ്യനായിട്ടാണല്ലോ വേറൊരു ഭാര്യയും കുട്ടിയെയും കൊണ്ടുപോയത്. അതായത് തന്റെ ഭാര്യയും കുട്ടികളും ഉണ്ടായിട്ട് അതും താൻ സുഖചേർച്ചയിലല്ല, നല്ല രീതിയിലല്ല ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടല്ല കൊണ്ടുപോയത്. തന്റെ മക്കളെ നല്ല രീതിയിൽ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ കുഞ്ഞുങ്ങളെ വിട്ടു പോകില്ല. അപ്പൊ എന്ത് വിശ്വസിച്ചിട്ടാണ് അയാളെ കൂടെ പോയത് എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് കേട്ടോ. കാരണം
അയാളെ സുഖവും കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഉപദ്രവിക്കില്ല, ആ കുഞ്ഞിനെ കൊല്ലില്ല എന്ന് എന്താ ഉറപ്പില്ല. അപ്പൊ അങ്ങനെ ആ കുഞ്ഞിനെ ഇപ്പൊ അങ്ങനെ പോലീസ് നടപടിക്കായിട്ട് പോയിട്ടും ആ കുഞ്ഞിനെ തന്റെ ജയ്സൽ എന്ന ആൾക്ക് ആ കുഞ്ഞിന്റെ അച്ഛനും പോലീസ് ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ കുഞ്ഞിന് ജയ്സലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ആ കുഞ്ഞ് സുരക്ഷിതമായിട്ട് തന്റെ അച്ഛന്റെ കയ്യിൽ, അതായത് ജയ്സൽ എന്ന ആ ഒരു വ്യക്തിയുടെ കയ്യിലാണ് തന്റെ കുഞ്ഞ് കേട്ടോ. അപ്പൊ ഇവിടെ ഞാനൊരു കാര്യം പറയാം, ഞാനിവിടെ ആരെയും മോശമായിട്ട് പറയുന്നില്ല. ഇവിടെ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞത് പല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ജീവിതം ഇല്ലാതെ ഇരിക്കുന്ന സ്ത്രീകളുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ പോകുന്ന സ്ത്രീകൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് നമ്മുടെ കുട്ടികൾ നമുക്ക് ഒരിക്കലും നമ്മുടെ സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ലൈഫും കൂടി നമ്മൾ ആലോചിച്ച് നോക്കണം കേട്ടോ. അവര് നമ്മള് വിശ്വസിച്ച് നമ്മൾ പോകും, നമ്മളെ കുഞ്ഞുങ്ങളെ അവർ കുഞ്ഞു പോലെ നോക്കുന്നു പറഞ്ഞ് പോകും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലില്ല എന്നെന്താ ഉറപ്പില്ലേ. ഇവിടുത്തെ പോകുന്ന ഇങ്ങനത്തെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോകൂല എന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. ആരുടെ കൂടെ ജീവിക്കണ്ടെന്ന് അതിന് ഞാനൊരു ആളല്ലട്ട പറയാൻ. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ ലൈഫ് സുരക്ഷിതമാണോ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കാൻ കഴിയുന്ന ആൾക്കാരാണോ എന്ന് ഉറപ്പുള്ളവർ മാത്രം പോയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെ കൂടി മറ്റുള്ളവർ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ ജീവൻ പോലും ഇല്ലാതെയാവും. അപ്പൊ നമ്മുടെ ലൈഫ് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് ആവണം വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പിന്നെ നരകതുല്യമായിട്ട് ജീവിക്കേണ്ടി വരും അല്ലേ. അപ്പൊ അതാണ് എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും ആ കുട്ടീനെ ജയ്സൽ എന്ന ആ കുട്ടിയുടെ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷമായി കേട്ടോ. കാരണം ആ കുഞ്ഞിന്റെ സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ തന്നെ എത്തി. നമുക്കിതിൽ അറിയില്ല ആരുടെ ഭാഗത്താ തെറ്റ് ശരി കാര്യങ്ങളൊന്നും. എന്തൊക്കെയാണെങ്കിലും എന്താ സ്ത്രീകളാണല്ലോ പറയാം. ഇനിയിപ്പോ ആണുങ്ങളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും സ്ത്രീകൾ പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീകളായിരിക്കും പറയാം. അതായത് അവൾ അങ്ങനത്തെ ആളായിട്ടാണ് ഇങ്ങനത്തെ ആളായിട്ടാണ് എന്നൊക്കെ പറയും. എനിക്ക് ഇത്രയുള്ളൂ പറയാനും. ഇവിടെ കാര്യത്തില് ആരുടെ ഭാഗത്തെ ന്യായം കാര്യങ്ങളൊന്നും അറിയില്ല. രണ്ട് ഭാഗത്തും തെറ്റു ശരി നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ട്. ഷഹനയുടെ ഭാഗത്ത് ശരിയാണെന്ന് പറയുന്നുണ്ട്, തന്റെ ഭർത്താവ് ജയ്സന്റെ ഭാഗത്ത് ശരിയാണെന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ ആരുടെ ഭാഗത്തെ ശരി എന്നറിയില്ല. എന്തിരുന്നാലും ആ കുഞ്ഞിനെ ജയ്സൽ എന്ന ആ കുട്ടിയുടെ അച്ഛന് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എങ്ങനെയാ ജീവിച്ചോട്ടെ, നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി അവർ ജീവിക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ കേട്ടോ. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.